ആശങ്കയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. ഇത് ഉറപ്പാക്കേണ്ടത് വിമാന കമ്പനികളും ബന്ധപ്പെട്ട അധികാരികളുമാണ്. ആകാശ ദുരന്തങ്ങൾക്ക് എന്നാണ് അവസാനമുണ്ടാവുക? ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ദീർഘദൂര സർവീസുകളിലൊന്നാണ് അഹമ്മദാബാദ് ലണ്ടൻ സർവീസ്. ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായിരുന്ന എയർ ഇന്ത്യയെ കേന്ദ്ര സർക്കാരിന്റെ വിറ്റഴിക്കൽ നയത്തിന്റെ ഭാഗമായി 2022 ടാറ്റ കമ്പനി ലേലത്തിലൂടെ സ്വന്തമാക്കുന്നത്. ഇതുവഴി ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് കൂടുതൽ മെച്ചപ്പാട് നൽകുമെന്നായിരുന്നു പലരുടെയും പ്രതീക്ഷകൾ. പ്രതീക്ഷിച്ച മാറ്റങ്ങൾ വന്നില്ലെന്ന് മാത്രമല്ല, വിമാനം റദ്ദാക്കലും വൈകലും മോശം സർവീസും മറ്റുമെല്ലാം കൊണ്ട് പരാതികൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. സാധാരണക്കാരായിട്ടുള്ള ഒരു പറ്റം ജനങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കി പലപ്പോഴും ആശ്രയിക്കുന്നത് ഈ എയർലൈനാണ്. ഗൾഫ് സെക്ടറിലെ സർവീസുകൾ മെച്ചപ്പെടുത്താനായിട്ട് 450-ലധികം വിമാനങ്ങൾക്ക് ടാറ്റ ഓർഡർ നൽകിയിരുന്നെങ്കിലും അതും എങ്ങും എത്തിയില്ല. അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടൻ വിമാനത്തിൽ നിന്ന് അപായ സൂചനകൾ ലഭിച്ചതായും തകരുന്നതിന് തൊട്ടുമുമ്പ് അടിയന്തര സന്ദേശം ലഭിച്ചതായും എയർ ട്രാഫിക് കൺട്രോൾ വ്യക്തമാക്കുമ്പോഴും 11 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് അപകടത്തിൽപ്പെട്ട വിമാനം. പുതിയ വിമാനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം നിലവിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം വിമാനങ്ങളും ശരാശരി 10 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. 18,000-ഓളം വരുന്ന പുതിയ വിമാനങ്ങളുടെ ഓർഡർ കെട്ടിക്കിടക്കുന്നതായും അത് സർവീസുകളെ ബാധിക്കുന്നതായും ഈ മാസം ആദ്യത്തിൽ ഡൽഹിയിൽ ചേർന്ന അയാട്ട സമ്മേളനം ചൂണ്ടിക്കാട്ടിയിരുന്നു. ദുരന്തങ്ങളും അപകടങ്ങളും ആകസ്മികമാണെന്ന് പറയേണ്ടി വരും. മുൻകൂട്ടിയുള്ള പ്രവചനങ്ങൾക്കും മുൻകരുതലുകൾക്കും ഈ കാര്യത്തിൽ പരിമിതികളുണ്ട്. എന്നാൽ കാര്യക്ഷമത കുറവ്, പഴക്കം തുടങ്ങിയ കാരണങ്ങൾ മൂലമാണ് അപകടം സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. ബോയിങ് ഡ്രീംലൈൻ വിമാനങ്ങളിൽ വിദഗ്ധ പരിശോധന നടത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ആശ്വാസകരമാണ്. എങ്കിലും അപകടത്തെപ്പറ്റി കൃത്യവും വ്യക്തവുമായ പഴുതടച്ച അന്വേഷണം നടക്കണം. പരിഹാര നടപടിയുണ്ടാകണം. അതിവേഗം വളരുന്ന വ്യോമയാന മേഖലയിൽ മനുഷ്യന് ആശങ്കയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കണം. അത് ഉറപ്പുവരുത്തേണ്ടത് വിമാന കമ്പനികളും സർക്കാരുമാണ്.